തെറ്റുകൾ തിരുത്തി നല്ല വഴിയിലേക്ക് നയിക്കാനൊക്കെയുള്ള വലിയ അവസരങ്ങളാണിത്. നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധാരണ ഉള്ള നോമ്പുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള നോമ്പിന്റെ ഒരു പാരമ്പര്യം. ഇറച്ചി, മീന്, മുട്ട, പാല് അങ്ങനെ പലതും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നു. നല്ലതാണ്, അത് ചെയ്യാം. അതോടൊപ്പം നമുക്ക് നോമ്പിന്റെ പുതിയ വഴികൾ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, യൂട്യൂബിൽ കാണുന്ന പ്രോഗ്രാമിന്റെ ഒക്കെ എണ്ണം കുറയ്ക്കുക, വാട്സാപ്പൊക്കെ ഒന്ന് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അത് മാത്രമല്ല, നമ്മുടെ കണ്ണുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശക്തമായ തീരുമാനമെടുക്കുക. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. കള്ളം പറയുക, പരദൂഷണം പറയുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വേണം വയ്ക്കുക. നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു നല്ല തീരുമാനമെടുക്കുക. നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ പ്രയാണത്തിൽ ഈ 50 ദിവസത്തെ നോൻപിലൂടെ വലിയൊരു ആന്തരിക വിശുദ്ധീകരണവും ആത്മീയ ചൈതന്യമൊക്കെ നമ്മൾ നിറയണം. സഭ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണിത്. ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്ത് മുൻപോട്ട് പോകാം. വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 28-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. തെറ്റുകള് മറച്ചു വെക്കുക, അത് പാടില്ല. പലരും കുമ്പസാരം എന്ന കൂദാശയില് തെറ്റുകള് മറച്ചു വെക്കാറുണ്ട്. ചിലരെങ്കിലുമൊക്കെ എല്ലാ പാപത്തിന്റെ മേഖലകളും തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കാറില്ല. ചില ഗൗരവമേറിയ പാപങ്ങളൊക്കെ മറച്ചു വെച്ച് ഹൈഡ് ചെയ്ത് ചില പാപങ്ങളൊക്കെ മാത്രം പറഞ്ഞ് കുമ്പസാരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതൊരിക്കലും പാടില്ല. അത് വീണ്ടും ഒരു തെറ്റിലേക്ക് അവൾ പോവുക. അത് തെറ്റുകളെ മറച്ചു വെക്കരുത്. കുമ്പസാരം എന്ന കുദാശയിൽ നമ്മൾ തെറ്റുകൾ മറച്ചു വെച്ചാൽ അത് വീണ്ടും ഗൗരവമേറിയ പാപമായിട്ട് മാറുകയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ വരും. അത് തെറ്റുകൾ നമ്മൾ മറച്ചു വെക്കാതെ ഏറ്റുപറയുക. മറച്ചു വെക്കാതെ എല്ലാ പാപങ്ങളും അനുതപിച്ച് ഹൃദയം തുറന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ നിരവധിയായ പാപങ്ങള് കർത്താവ് ക്ഷമിക്കും. നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടണം, നമ്മുടെ കടങ്ങളും ക്ഷമിക്കപ്പെടണം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുകയാണ്. കാൽവരിയിൽ ചിന്തിയ രക്തം കൊണ്ട് യേശു നമ്മെ ഓരോരുത്തരെ കഴുകുകയാണ്. എഫേസോസ് 1:7 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകല് കുമ്പസാര കൂട്ടിൽ നമ്മുടെ മേൽ സംഭവിക്കുക. നമ്മുടെ ആത്മാവിലുള്ള പാപത്തിന്റെ കറകൾ യേശു തന്റെ രക്തം കൊണ്ട് കഴുകിയ യേശുവിന്റെ ജീവരക്തത്തിന്റെ ശക്തിയിൽ എല്ലാ പാപക്കറകളും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ കുമ്പസാര കൂട്ടിൽ നിന്ന് തിരിച്ച് മടങ്ങുന്നത്. നമ്മുടെ എല്ലാ പാപങ്ങളും അനുദമിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യം കർത്താവ് നൽകും. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, മറച്ചു വച്ചതിന്റെ ആ ഒരു തിക്തഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരികയാണ്. നമ്മൾ കുമ്പസാരക്കൂട്ടില് കർത്താവിന്റെ മുൻപിലാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്നുള്ള ആഴമായ ബോധ്യത്തിൽ വേണം നമുക്ക് കുമ്പസാരിക്കുവാനായിട്ട്. ചെറിയ കാര്യമല്ല. കുമ്പസാരം എന്ന കൂദാശ ദൈവ കരുണയുടെ കൂദാശയാണ്. ഓരോ കുമ്പസാരക്കൂടും കരുണയുടെ ഉറവയാണ്. മനുഷ്യന്റെ എത്ര ഗൗരവമേറിയ പാപങ്ങളും അനുതാപത്തോടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ
അവയെല്ലാം മായ്ക്കപ്പെടുന്നു, അവയെല്ലാം ക്ഷമിക്കപ്പെടുന്നു. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ സഞ്ചിലാക്കി മുദ്രവെച്ച് തൂത്തെറിയുക. ഒരിക്കലും നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കർത്താവ് ഓർമ്മിക്കത്തില്ല. അവയെല്ലാം കർത്താവ് മറന്നു കളയുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ് തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കണം. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഓരോ കുമ്പസാരക്കൂട്ടിലും ഓരോ വ്യക്തികളും ചെയ്യുന്ന പാപങ്ങൾ യേശു ഏറ്റെടുക്കുകയാ. പൂർണ്ണമായിട്ട് പാപങ്ങൾ മായിച്ച് പാപക്ഷമ നൽകി നമ്മളെ സമാധാനത്തോടെ പറഞ്ഞയക്കുക. നീ എത്ര വലിയ പാപിയാണെങ്കിലും ഏറ്റുപറയുന്ന പാപങ്ങൾ കർത്താവ് മായിച്ചു കളയും. ഒരിക്കലും പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കുമ്പസാര ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ, ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ, ദൈവിക ഇടപെടലുകൾ അനുദിനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് യേശുവിന്റെ മുൻപില. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള ദൈവത്തിന്റെ കണ്ണുകൾ ഓരോ മനുഷ്യന്റെയും രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും മറച്ചുവെച്ച പാപങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മറയ്ക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. അവിടുന്ന് ദൈവമായതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. നീ എത്ര വലിയ അകൃത്യങ്ങളും പാപങ്ങളും ചെയ്ത വ്യക്തിയാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അവയെല്ലാം തുടച്ചു നീക്കും. നിന്നെ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ദൈവബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ സഹോദര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പോലും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പാപ വഴികളിലൂടെ ജീവിക്കാത്ത വ്യക്തിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്ന് നിൽക്കും. ഈ പ്രപഞ്ചം മുഴുവൻ പാപം ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പാപങ്ങൾ നിന്റെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുക. നീ ചെയ്ത അകൃത്യങ്ങളും തിന്മകളും മ്ലേച്ഛതകളും പാപങ്ങളും അശുദ്ധികളും ദൈവത്തിൽ നിന്ന് നിന്നെ ഏറെ ദൂരം അകറ്റിക്കളഞ്ഞു. ആദത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? തിരുത്തേണ്ടത് തിരുത്തുവാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കണം. തിരുത്തേണ്ടത് തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിത്യജിച്ചു കഴിയുമ്പോൾ അവന്റെ മേൽ ദൈവ കരുണ ഒഴുകും. കർത്താവിന്റെ അനന്തമായ കരുണയിൽ അവൻ പൊതിയപ്പെടുകയാണ്. ദൈവ കരുണയ്ക്കുള്ളിൽ പൊതിയപ്പെടുന്ന മനുഷ്യനായിട്ട് നീ മാറാൻ പോവുകയാണ്. നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന്റെ കരത്തിന് ബലമുണ്ട്. നിന്നെ താങ്ങുവാൻ കർത്താവിന്റെ കരത്തിന് ബലമുണ്ട്. നിന്നെ വഴി നടത്തുവാൻ കർത്താവിന്റെ കരത്തിന് ബലമുണ്ട്. മനുഷ്യ, നിന്റെ പാപങ്ങളും അകൃത്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതം അവസാനിപ്പിക്കണം. നീ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് പാപങ്ങൾ ഉപേക്ഷിക്കണം. നിന്റെ കണ്ണുകളിലൂടെ
അടർന്നു വീഴുന്ന കണ്ണുനീർ കണങ്ങൾ കർത്താവിന്റെ പാദത്തിന്മേൽ വീഴണം. പാപിനിയായ ഒരു സ്ത്രീ, നമുക്കറിയാം, യേശുവിന്റെ മുമ്പില് നിൽക്കുമ്പോൾ എല്ലാവരും അവൾക്കെതിരാ, എല്ലാവരും അവളെ കല്ലെറിയാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അവളെ രക്ഷിച്ച യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഈ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അവിടെ കൂട്ടിയ ജനക്കൂട്ടം കല്ലുകൾ ഇട്ടിട്ട് പിരിഞ്ഞു പോകുക. മകളെ, നീ മേലിൽ പാപം ചെയ്യരുത്. അവളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്ന യേശുവിനെ വിശുദ്ധ ബൈബിളിന്റെ ആ താളുകളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇതാണ് ദൈവത്തിന്റെ കരുണയും സ്നേഹവും. നിന്റെ പാപങ്ങൾക്കൊത്ത് നിന്നെ ശിക്ഷിക്കുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. യേശു കരുണയുടെയും സ്നേഹത്തിന്റെയും ദൈവമാണ്. മനസ്സിലുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, നമ്മോട് ദയ കാണിക്കുന്നവനാണ്. നമ്മുടെ ബലഹീനതകളും കുറവുകളും അറിയുന്ന യേശു ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ദൈവഭക്തിയിലേക്ക് മടങ്ങി വരാം. ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ കൂടുതൽ വചനം വായിക്കുവാൻ സമയം കണ്ടെത്തണം. കർത്താവിന്റെ പീഡാസഹനങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ധ്യാനിക്കാൻ ഒന്ന് സമയം കണ്ടെത്തുക. അത് മാത്രം പോരാ, നിശബ്ദതയിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാവണം. നമുക്കൊക്കെ വലിയൊരു ആത്മീയ വളർച്ച ഉണ്ടാവണം. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവണം. ദൈവഭക്തിയിൽ കഴിയുന്നവനെ ദൈവത്തിന്റെ ആത്മാവ് നയിച്ചുകൊണ്ടേയിരിക്കും. പാപം ചെയ്ത് ഹൃദയം കഠിനമാക്കി വെക്കുന്നവന് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പാപം മറച്ചു വെക്കുന്നവരും പാപത്തിന്റെ സുഖങ്ങളിൽ നിരന്തരമായിട്ട് മുഴുകി ജീവിക്കുന്നവരും അതിന്റെ ദുരിത ഫലങ്ങൾ മുഴുവൻ ജീവിതത്തില് അനുഭവിക്കേണ്ടി വരും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. നീ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം. സ്വർഗത്തിന് നിക്ഷേപം കൂട്ടിവെക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ ആ വലിയ വില നമ്മൾ തിരിച്ചറിയണം. പാപവഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ 50 ദിവസങ്ങളിൽ എത്രമാത്രം നന്മകൾ ചെയ്യാമോ അത്രമാത്രം നന്മകൾ നമുക്ക് ചെയ്യണം. അതുമാത്രമല്ല, ഏതെങ്കിലും വ്യക്തികളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് രമ്യതപ്പെടണം. ഹൃദയങ്ങൾ കൊണ്ട് എല്ലാവരുമായിട്ട് രമ്യതപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ 50 ദിവസത്തെ നോമ്പിലൂടെ ആഴമായ ഒരു ആന്തരിക വിശുദ്ധീകരണവും ഒരു ആത്മീയ ചൈതന്യവും ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് ആത്മീയ ജീവിതം കുതിച്ചു പായുവാൻ. ചില വ്യക്തികൾക്ക് കുമ്പസാരം എന്ന കൂദാശയോട് വലിയ താല്പര്യമൊന്നുമില്ല. ചിലർ പറയുന്ന ഒരു മുട്ടായി യുക്തി ഇതാണ്: ഞങ്ങളെ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ശരിയല്ല. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാപങ്ങൾ എല്ലാവർക്കുമുണ്ട്. നീതിവാൻ പോലും 7 തവണ വീഴുന്നു എന്ന് പറയും. അപ്പം പാപിയുടെ ദുഷ്ടന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ നമ്മളെ തന്നെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എന്നിൽ പാപമില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന ഒരു തലത്തിൽ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ
അതൊരു ശരിയായ കാര്യമല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എല്ലാം നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയ ആരോഗ്യവും സമ്പത്തും കഴിവുകളും എല്ലാം ദൈവത്തിന്റെ ദാനം. നമ്മളിലെ കുറവുകൾ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പാപമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാവണം.